തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 28 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. ദേശീയ തലത്തിൽ നടക്കുന്ന വികസനത്തിന്റെ ഭാഗം തന്നെ. അതാണ് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഈ ദേശത്ത് നടക്കുന്ന വികസനം കേരളത്തിൽ എത്തിക്കാൻ കേരളത്തിലൊരു മന്ത്രിയെ നിശ്ചയിച്ച് ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനും അത്തരത്തിൽ എന്തെങ്കിലും അപാകങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനം മഹാരാഷ്ട്രയിൽ നിന്ന് കേരളീയനായിട്ടുള്ള ഒരാളിനെ കേന്ദ്രമന്ത്രിസഭയിൽ എടുപ്പിച്ചിട്ട് കേരളത്തിൽ നൽകി. സാധാരണക്കാരന് എന്ത് ആവശ്യം, ഒരു സാധാരണ വ്യക്തിയുടെ ആവശ്യം മുതൽ രാജ്യത്തിൻ്റെ ആവശ്യം ഉൾപ്പെടെയുള്ളത് ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ജനം വോട്ട് ചെയ്യും. വ്യക്തിഗത ആനുകൂല്യം കിട്ടിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അരിവാള് കയ്യിൽ പിടിക്കുന്നവൻ്റെ മനസ്സിൽ താമരയാണ്, കൈപ്പത്തി ഉയർത്തി കാണിക്കുന്നവൻ്റെ മനസ്സിൽ താമരയാണ്. തിരിച്ചും പറയാറുണ്ട്, ഒരിടത്തും പറയില്ല. ഇനി അങ്ങനെ ഒരു തിരിച്ചു പറച്ചിലില്ല. ഡോക്ടർ ശ്രീ A.P. അബ്ദുള്ളക്കുട്ടി. കാരണം ഇന്ത്യയിലെ 19 സംസ്ഥാനം ഭരിക്കുന്ന, ഇന്ത്യയിൽ 305 MP-മാരുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ് അബ്ദുള്ളക്കുട്ടി. അനിൽ ആൻ്റണി KC വേണുഗോപാലിനേക്കാൾ ഉന്നത സ്ഥാനത്താണ്, ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്താണ്. അതുപോലെ തന്നെ കേരളത്തിനോടുള്ള താല്പര്യമാണ്. കർണാടകയിൽ നിന്ന് ജയിച്ച് 3 പ്രാവശ്യം ജയിച്ച MP-യെ തിരുവനന്തപുരം തലസ്ഥാനത്ത് നിന്ന് ജനവിധി തേടാൻ വേണ്ടി തിരഞ്ഞെടുത്തത് തന്നെ കേരളത്തിനോടുള്ള താല്പര്യം കാരണമാണ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇവർ എന്ത് ചെയ്യും എന്നുള്ളതിന് സംബന്ധിച്ച് ശ്രീ V. മുരളീധരൻ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം കഴക്കൂട്ടംകാരോട് ദേശീയപാത മുതൽ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ സുരേഷ്. നമസ്കാരം. 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ജില്ല, തലസ്ഥാന ജില്ല ഇക്കുറി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അത്തരത്തിലാണ്. അപ്രതീക്ഷിതമായി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, തൊട്ടപ്പുറത്ത് ആറ്റിങ്ങലിൽ കേരളത്തിൻ്റെ മന്ത്രി, കേരളത്തിൻ്റെ ദില്ലിയിലെ പ്രതീക്ഷ V. മുരളീധരൻ, ഈ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന തലസ്ഥാന ജില്ലയുടെ ചുമതലയുള്ള അങ്ങയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരാണ് ഇവിടെ പ്രധാന എതിരാളി. പന്ന്യൻ രവീന്ദ്രനും ഒട്ടും പിന്നിലല്ല. കാരണം ഒരിക്കൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ച പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഹൃദയസ്ഥമാണ്. വളരെ സാധാരണക്കാരനായ അദ്ദേഹത്തെ ജനങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഒരു ജൈൻ കില്ലർ എന്നാണ് പൊതുവെ UDF തന്നെ വാഴ്ത്തുന്നത്, ഗെയിം ചേഞ്ചർ. ആറ്റിങ്ങൽ പോലൊരു മണ്ഡലം അടൂർ പ്രകാശിലൂടെയാണ് അവർ തിരിച്ചു പിടിച്ചത്. B. ജോയിയെ ഒട്ടും നമുക്ക് കുറച്ച് കാട്ടാൻ കഴിയില്ല. അപ്പോൾ തീവാർന്ന പോരാട്ടം എന്നൊക്കെ നമ്മൾ വാക്കുകളിൽ വിശേഷിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്ത് BJP ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ റിസ്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ് തിരുവനന്തപുരം. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് ചില വിജയങ്ങൾ നേടാനും വിജയത്തിനോടൊപ്പം എത്താനും ഉള്ള പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നൊരു പാർട്ടി. 2014 O. രാജഗോപാൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ 14,000 വോട്ടിന് പരാജയപ്പെട്ടു. 2019 ആയപ്പോൾ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത് 1,00,000 വോട്ടിനാണെങ്കിലും ഞങ്ങൾക്ക് ഏകദേശം 50,000-ലേറെ വോട്ട് 2014-നേക്കാൾ കൂടുതൽ പിടിക്കാൻ സാധിച്ചു. അതൊരു പ്രത്യേക കൺസോളിഡേഷൻ ഉണ്ടായതിനെ തുടർന്ന് പരാജയം അങ്ങനെ ഏറ്റുവാങ്ങി. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത് 2015-ൽ BJP തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കുറേ പഞ്ചായത്തുകൾ ഭരിച്ചു. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കിട്ടി. അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പർമാർ ജയിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സംസ്ഥാനം UDF ഭരിക്കുന്ന സമയത്ത് തലസ്ഥാന നഗരസഭയിൽ BJP UDFനെ പിന്നിലാക്കി പ്രതിപക്ഷത്ത് വന്നു. 2015-ൽ 6-ൽ നിന്നാണ് 35 സീറ്റ് നേടിയത്. അതിനുശേഷം 2014-ലെ പാർലമെൻറ്റ് അതിനോട് അനുബന്ധിച്ച് 2014-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിലെ 4 അസംബ്ലി മണ്ഡലങ്ങളിലും BJP 1-ാം സ്ഥാനം വന്നു. അതിനെ തുടർന്ന് 2016-ൽ നേമം അസംബ്ലി ഞങ്ങൾ ജയിച്ചു. ബാക്കി 3 അസംബ്ലിയിലും നേർത്ത വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെടേണ്ടി വന്നു.
അപ്പോൾ അത്തരത്തിൽ പരീക്ഷിച്ച് BJPയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് നടപ്പാക്കിയ ഒരു മണ്ഡലമാണ്, ഒരു പ്രദേശമാണ് തിരുവനന്തപുരം. ഉഴുതുമറിച്ച് പാകപ്പെടുത്തിയ മണ്ഡലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടിയിരുന്നോ? അല്ല, കെട്ടിയിറക്കി ഇവിടുത്തെ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്? ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ 3ാം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയാണ് എന്ന് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ അസന്ധിഗ്ധമായിട്ട് പറയാൻ പറ്റുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിയുടെ 3ാം സർക്കാരിനെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും കേരളം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടാൽ കേരളത്തിനെ ആര് രക്ഷിക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ്, ഒരു പ്രൊഫഷണൽ, അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം രാജ്യസഭാ അംഗമായിരുന്ന ഒരു പരിപക്വതയുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ ABVP കാലം ഏകദേശം 3.5 പതിറ്റാണ്ടിൻ്റെ പൊതുജന പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെയും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് MP എന്ന നിലയിൽ കേരളം കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് V. മുരളീധരൻ. ഇവരെ രണ്ടുപേരെയും നിർത്തിയത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിലെ ജനതയ്ക്ക് നൽകിയ ഗ്യാരണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരും V. മുരളീധരൻ. ഈ ഗ്യാരണ്ടി നിങ്ങൾ സ്വീകരിച്ചാൽ ഈ കേരളത്തിലെ കഴിഞ്ഞ 70 വർഷമായിട്ട് നിലനിൽക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. BJPയുടെ ഇത്തരത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള MP-മാരെ വിജയിപ്പിച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. കാരണം നരേന്ദ്രമോദി 5 വർഷം കൂടെ ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ എന്തെങ്കിലും വികസനം നടക്കുന്നുവെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനമല്ലേ? ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമെങ്കിലും ഈ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ 2 സഹമന്ത്രിമാർ വീണ്ടും ജയിച്ചു വന്നാലും ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം തന്നെയല്ലേ തുടരുന്നത്? കാരണം V. മുരളീധരൻ ഇപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിയാണ്, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ്. അവർ പ്രത്യേകിച്ച് എന്തു ചെയ്തു എന്ന ചോദ്യം കേരളം പലപ്പോഴും ഉയർത്താറുണ്ട്. V. മുരളീധരനെ കുറിച്ചാണ് വിമർശനങ്ങളേറെയും. ഇപ്പോൾ ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP-യാണ്, മറ്റൊരാൾ കർണാടകയിൽ നിന്നുള്ള MP-യാണ്. BJPക്കും നരേന്ദ്രമോദിക്കും കേരളത്തിനോടുള്ള താല്പര്യം കാരണമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP-യോട് തിരുവനന്തപുരവും കേരളവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ കേരളത്തിനോടുള്ള താല്പര്യമാണ് കർണാടകയിൽ നിന്ന് ജയിച്ച് 3 പ്രാവശ്യം ജയിച്ച MP-യെ തിരുവനന്തപുരം തലസ്ഥാനത്ത് നിന്ന് ജനവിധി തേടാൻ വേണ്ടി തിരഞ്ഞെടുത്തത് തന്നെ കേരളത്തിനോടുള്ള താല്പര്യം കാരണമാണ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇവർ എന്ത് ചെയ്യും എന്നുള്ളതിന് സംബന്ധിച്ച് ശ്രീ V. മുരളീധരൻ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഈ കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരം കഴക്കൂട്ടംകാരോട് ദേശീയപാത മുതൽ മാഹി തലശ്ശേരി ബൈപ്പാസ് വരെയുള്ള കഴക്കൂട്ടംകാരോടൊക്കെ നമ്മുടെ ശശി തരൂരിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും മുൻപിൽ ഫോട്ടോ സഹിതം അച്ചടിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവായിട്ട് ശശി തരൂരിൻ്റെ കഴിവ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ പദ്ധതിയും ശശി തരൂരിന് ISR ഇവിടെ ആയതുകൊണ്ട് ഏറ്റെടുക്കാം. ഇനി അടുത്ത് വരാൻ പോകുന്ന ഇതുണ്ടല്ലോ സൂര്യകിരൺ പദ്ധതിയും വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാം. ഇന്ത്യയെ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയതും വേണമെങ്കിൽ ശശി തരൂരിന് പറയാം. കാരണം അതൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു MP ആണല്ലോ. അതുകൊണ്ട് അതൊക്കെ അവകാശപ്പെടാം. ഈ ശശി തരൂർ ഇവിടുന്ന് മന്ത്രിയായിരുന്നില്ലേ? മന്ത്രിയായിരുന്ന സമയത്ത് ഈ ശശി തരൂരിന് അറിയാമായിരുന്നോ 40 വർഷമായിട്ട് കഴക്കൂട്ടംകാരോട് ദേശീയപാത സ്ഥലം ഏറ്റെടുത്തിട്ട് റോഡ് ഉണ്ടാക്കാതെ കിടക്കുകയായിരുന്നു എന്നറിയില്ല? അല്ല, അതിനു മുമ്പേ ഏറ്റെടുത്തേക്കല്ലേ? 30-40 വർഷമായി സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു റോഡ് കൊടുക്കണമെന്ന് ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയായിരുന്നോ? 45 വർഷമായിട്ട് വെള്ളത്തിൽ കിടന്ന വിഴിഞ്ഞം തുറമുഖമൊന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയായിരുന്നോ? വിഴിഞ്ഞം തിരുവനന്തപുരത്താണെന്നെങ്കിലും ഇദ്ദേഹത്തിന് അറിയായിരുന്നോ? ഈ വിഴിഞ്ഞത്ത് പാളയത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പട്ടത്ത് പോകാനുള്ള വഴി അറിയോ? 15 വർഷമായിട്ട് ഇവിടെ MP ആയിരുന്ന ശശി തരൂരിന് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നു. കഴിഞ്ഞ 2 ടേമായി നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. അദ്ദേഹം പല റിക്വസ്റ്റുകളും പല പദ്ധതികളും നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ കൊടുക്കാറുണ്ട്, ഒന്നും പരിഗണിക്കാറില്ല. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത്, അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഭരിച്ചില്ലേ ഇന്ത്യ?
അത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് ഇന്ത്യ ഭരിച്ചില്ലേ? ഇദ്ദേഹം മന്ത്രിയായിരുന്നില്ലേ? HR മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഇദ്ദേഹത്തിന് അന്ന് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല? അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അന്ന് വ്യത്യസ്തമായിരുന്നു. ഒരു ഗവൺമെൻറ് അല്ലേ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? ഒരു ഗവൺമെൻറ് അല്ലേ ഇത്? ഈ ഗവൺമെൻറ്റിൽ 8 കേന്ദ്രമന്ത്രിമാരുടെ ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ നിന്ന്? AK ആൻ്റണി മുതൽ ശശി തരൂർ വരെയുള്ള 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? 5 പൈസയുടെ ഗുണം ഈ കേരളത്തിലുണ്ടായിട്ടുണ്ടോ ഈ മന്ത്രിസഭയെ കൊണ്ട്? ഇന്ന് ഒറ്റ കേന്ദ്രമന്ത്രിയെ കേരളത്തിൽ നിന്നുള്ളൂ. 2 വന്ദേ ഭാരത് വന്നില്ലേ? കേരളത്തിൽ കന്യാകുമാരി, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ദേശീയപാതയും 6 വരി പാതയാവുന്നില്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 28 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. ദേശീയ തലത്തിൽ നടക്കുന്ന വികസനത്തിന്റെ ഭാഗം തന്നെയാണ്. അതാണ് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഈ ദേശത്ത് നടക്കുന്ന വികസനം കേരളത്തിൽ എത്തിക്കാൻ കേരളത്തിലൊരു മന്ത്രിയെ നിശ്ചയിച്ച് ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനും അത്തരത്തിൽ എന്തെങ്കിലും അപാകങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനം മഹാരാഷ്ട്രയിൽ നിന്ന് കേരളീയനായിട്ടുള്ള ഒരാളിനെ കേന്ദ്രമന്ത്രിസഭയിൽ എടുപ്പിച്ചിട്ട് കേരളത്തിൽ നൽകി. അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. നേരത്തെ ഞാൻ പറഞ്ഞ കെട്ടിയിറക്ക സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരിക്കലും കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ വിമർശിക്കാൻ കഴിയില്ല. കാരണം അവരും 2 കെട്ടിയിറക്ക സ്ഥാനാർത്ഥികളുമായിട്ടാണ് ഇക്കുറി നിൽക്കുന്ന. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് ആനി രാജയ്ക്ക് ചില ബന്ധങ്ങളൊക്കെ മലയാള ബന്ധങ്ങളൊക്കെ പറയാമെങ്കിലും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർക്കാർക്കും ആക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ്, എന്ന മുതലാളി, കുത്തക വ്യവസായി, അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളും അദ്ദേഹത്തിനെതിരെ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുള്ള അസൂയയും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ലേ? ഒന്നുമില്ലല്ലോ. അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് വളർന്നു വന്ന മനുഷ്യനല്ലേ. അദ്ദേഹം ഇവിടുത്തെ IT മേഖലയിൽ അതുപോലെയുള്ള മേഖലകളിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടി കരിയറിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഏടുകൾ തുന്നിച്ചേർത്തതിന് ശേഷം ഒരു വ്യവസായം തുടങ്ങി. ആ വ്യവസായം ഫ്ലറിഷ്ഡായി. അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് കടന്ന് അങ്ങനെ പടിപ്പടിയായിട്ട് സ്വന്തം അക്കാഡമിക് കരിയറും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് കരിയറും ഡെവലപ്പ് ചെയ്തു വന്ന മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ലേ അദ്ദേഹം. ഈ ഇന്ത്യയിലെ എൻ്റർപ്രണേഴ്സിന്, സ്റ്റുഡൻസിന്, യൂത്തിന് ഒക്കെ ഒരു മാതൃകയില്ലേ അദ്ദേഹം? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവിടുന്ന് വിദേശത്ത് പോയി പഠിച്ചു, അവിടുന്ന് ഒരു ജോലി കിട്ടി, അവിടെ 10-40 വർഷം ജീവിച്ച് എന്നിട്ട് വാർദ്ധക്യ കാലഘട്ടത്തിൽ നാട്ടിലേക്ക് എത്തിയ ആളല്ല അദ്ദേഹം. കേരളത്തിൽ ജനിച്ച് ഈ നാട്ടിൽ പ്രവർത്തിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിലെ MP ആയി, ഈ നാട്ടിലെ മന്ത്രിയായി, ഈ നാട്ടിൽ മത്സരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ ഒരു മാതൃക വ്യക്തിത്വമായിട്ട് മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പുതുമകണ്ണൽ പെട്ടെന്ന് ഓടിക്കൂടുന്ന ഒരു പ്രകൃതമാണ് ഇവിടുത്തെ ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഇപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ട്. കോൺഗ്രസിലെ ഒരുപിടി തലയെടുപ്പുള്ള പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ ശശി തരൂരിനെ വിട്ടിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പിൽ വന്ന് കയറിയിട്ടുണ്ട്. അത് ഏതെങ്കിലും അട്ടിമറി നീക്കങ്ങളായിരുന്നോ അതോ തന്ത്രപരമായ എന്തെങ്കിലും പ്ലാനിങ്ങിലൂടെ, പദ്ധതിയിലൂടെ അവരെ ചൂണ്ടിയെടുത്തതാണോ? ഈ കോൺഗ്രസ്സുകാർ ഇനി എങ്ങോട്ടാണ് പോവുക? ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ എങ്ങോട്ടാണ് വരുന്നത്? അല്ല, കേരളത്തിൽ കോൺഗ്രസ്സിന് ഇനി എന്താ പ്രസക്തി? ഇനി ഒരിക്കലും കേരളത്തിലോ കേന്ദ്രത്തിലോ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇതാണ് UDF എപ്പോഴും ആരോപിക്കുന്നത്. BJP ഇടതുപക്ഷ ബാന്ധവമുണ്ട്, ഇടതുപക്ഷത്തെ മാത്രമേ നിങ്ങൾ ഇവിടെ വിജയിപ്പിക്കാൻ അനുവദിക്കൂ, അതിനുവേണ്ട സഹായങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇത്രയും കാലത്തെ എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിലും ഞാൻ വായിച്ചിട്ടുള്ളതിൻ്റെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇനി ഒരിക്കലും കേരളത്തിലോ കേന്ദ്രത്തിലോ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഈ ജനറേഷനിലുള്ള ഒരു മനുഷ്യനും ഇനി കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നത് കാണാൻ പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർക്ക്, പൊതുപ്രവർത്തനം വൃതമായിട്ടെടുത്തിട്ടുള്ളവർ, പൊതുപ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി വരാനുള്ള ഇന്ത്യയിലുള്ള ഏക കേന്ദ്രം BJP ആണ്. അതുകൊണ്ടാണ് 13 മുഖ്യമന്ത്രിമാർ BJPയോടൊപ്പം വന്നത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ. 100-150 MP-മാർ BJPയിലേക്ക് വന്നു. ഈ 300 MLA-മാർ BJPയിലേക്ക് വന്നു. അത് കോൺഗ്രസിൻ്റെ മാത്രം അവസ്ഥയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇനി അങ്ങോട്ട് പോകാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ബംഗാളിൽ പോകാൻ പറ്റുമോ? ബംഗാളിലുള്ളത് പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ BJP ഓഫീസുകളായി CPM-ൻ്റെ. ത്രിപുരയിൽ പോകാൻ പറ്റുമോ? പൊടി പോലും ഇല്ല അവശേഷിപ്പ്.
അവിടെ 7 വർഷമായിട്ട് BJP ഭരിക്കുന്നത്. 25 വർഷം CPM ഭരിച്ച സ്ഥലത്ത് 2 വർഷത്തെ പോരാട്ടത്തിലൂടെയാണ് 25 വർഷത്തെ CPMൻ്റെ ഭരണം ഞങ്ങളവിടെ അവസാനിപ്പിച്ചത്. ഇന്നവിടെ BJP ഭരിക്കുന്നത് 7 വർഷമായിട്ട്. അപ്പോൾ CPMകാർക്കും ഇന്ന് ആറ്റിങ്ങൽ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ BJPയിലേക്ക് വന്നു. BJPയിലേക്ക് തിരുവനന്തപുരത്ത് DCC നേതാക്കന്മാർ, KPCC അംഗങ്ങൾ എല്ലാവരും BJPയിലേക്ക് വരുന്നു. BJPയിൽ എന്തിനേറെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരനല്ലേ? അതെ. കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് കരുണാകരൻ്റെ പ്രിയ മകൾ BJPയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തായ്വേര്, കോൺഗ്രസിൻ്റെ തായ്വേര് BJPയോടൊപ്പം നീങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമല്ലേ? പലപ്പോഴും മറ്റൊരാളാരത്തിൻ്റെ താലം പിടിച്ച് ഇവരെ ആകർഷിച്ച് കൊണ്ടുപോകുന്നതല്ലേ? ഇനി മറ്റൊരാളാരാ AK ആൻ്റണി. AK ആൻ്റണിയുടെ അരുമ മകൻ ഇന്ന് BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, സ്ഥാനാർത്ഥിയാണ്. ഒരു പാർലമെന്റ് സീറ്റ് കിട്ടിയാൽ ആരാണെങ്കിലും ചാടി പുറപ്പെട്ടു വരില്ലേ? പാർലമെന്റ് സീറ്റ് ഇന്നലെയല്ലേ കൊടുത്തതുള്ളൂ? അനിൽ ആൻ്റണി വന്നത് വ്യവസ്ഥ ഉണ്ടാവും. അനിൽ ആൻ്റണി വന്നതെന്നാ? അല്ലല്ലോ. അബ്ദുള്ളക്കുട്ടി ആരായിരുന്നു? അബ്ദുള്ളക്കുട്ടി CPMൻ്റെ ഇന്നിവിടെ ഇവിടെ ചാനലുകളിൽ വന്ന് ചാടി കുതിക്കുന്ന മുഴുവൻ DYFIക്കാരും നേതാക്കന്മാരെക്കാൾ സീനിയർ നേതാവല്ലേ? പക്ഷേ ഇത് തന്നെയാണ് UDF നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ ഗതി അനിൽ ആൻ്റണിക്ക് വരുമെന്ന്. അബ്ദുള്ളക്കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ട്? അബ്ദുള്ളക്കുട്ടി പക്ഷെ പിന്നീട് പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷനായതുപോലെയാണ്. ഇവിടെ അദ്ദേഹം BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷം. ഇത് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് കോൺഗ്രസ് വിഡ്ഢിയാണ് ഇത് ഇതൊക്കെ പറയുക? ഇവിടുത്തെ KC വേണുഗോപാലിനേക്കാളും പ്രസക്തനായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ആളാണ് അബ്ദുള്ളക്കുട്ടി. KC വേണുഗോപാൽ എന്താ? ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലിനേക്കാൾ അന്തസ്സുള്ള ദേശീയ നേതാവാണ് ശ്രീ AP അബ്ദുള്ളക്കുട്ടി. കാരണം ഇന്ത്യയിലെ 19 സംസ്ഥാനം ഭരിക്കുന്ന, ഇന്ത്യയിൽ 305 MPമാരുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് അബ്ദുള്ളക്കുട്ടി. അനിൽ ആൻ്റണി KC വേണുഗോപാലിനേക്കാൾ ഉന്നത സ്ഥാനത്താണ്, ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്താണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കൊന്നും അതൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്ക് അതെങ്ങനെ പറയാൻ പറ്റും? ഇനി മാത്രം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അതെ, ഈ ഒരു പാർട്ടിയെ അദ്ദേഹം സംഘടനാ ചുമതലയിൽ ഏറ്റെടുത്തതിന് ശേഷം ഒരു പാർട്ടി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന പടവലങ്ങ പോലെ താഴോട്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ ഇദ്ദേഹം? കുറച്ചു കാലം കൂടെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കുറേ കാലം കൂടെ ഈ കോൺഗ്രസിനെ അവസാനിക്കുന്നത് വരെ നേതൃത്വം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ പറയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് KC വേണുഗോപാൽ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരനേക്കാൾ അന്തസ്സുറ്റ സ്ഥലങ്ങളിലാണ് അബ്ദുള്ളക്കുട്ടിയും അതോടൊപ്പം തന്നെ അനിൽ ആൻ്റണിയും ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്നത്. നമ്മൾ തലസ്ഥാനത്തേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ? എന്താ അങ്ങയുടെ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരും മുരളീധരനും തിരുവനന്തപുരത്തും വിജയിക്കും. രണ്ടുപേരും വിജയിക്കും. അത് പക്ഷേ ഒരു അമിത പ്രതീക്ഷ, അല്പം പോലും സംശയത്തിന് ഒരു അർഹതയില്ല. പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും? രാജീവ് ചന്ദ്രശേഖർ വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. പക്ഷെ അത് സാധാരണ തിരുവനന്തപുരവും കേരളവും രക്ഷപ്പെടണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരും മുരളീധരനും ഉൾപ്പെടെയുള്ള നിരവധി MPമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ സാമ്പത്തിക കെണിയിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റൂ. കേരളത്തിലെ പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റൂ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റൂ. കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വികസനം വരണം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി അതിൻ്റെ സമാന്തരവും അതിനോട് അതിൻ്റെ പാർശ്വ വികസനങ്ങളും യാഥാർത്ഥ്യമാകണമെങ്കിൽ നരേന്ദ്രമോദി വേണം. ഇന്ന് ഉയർന്നിരിക്കുന്ന ദേശീയപാത വികസനം പൂർത്തിയാകണമെങ്കിൽ നരേന്ദ്രമോദി വേണം. ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന വികസന മേഖലയിലെ കുതിപ്പ് നിലനിൽക്കണമെങ്കിൽ നരേന്ദ്രമോദി വേണം. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ള ആ സ്വപ്നം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പം ഇന്ത്യയെ എത്തിക്കുക എന്ന മഹത്തായ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നരേന്ദ്രമോദി വേണം. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറും മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിൽ ജയിക്കുമെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? 80 കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അരിവാളിൽ വോട്ട് ചെയ്തോട്ടെ. സോണിയാഗാന്ധിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്തോട്ടെ. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്തോട്ടെ. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നരേന്ദ്രമോദിയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കണ്ട. സ്വന്തം കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതെങ്കിലും അച്ഛനും അമ്മയും കേരളത്തിലുണ്ടെങ്കിൽ
ആ അച്ഛനും അമ്മയും വോട്ട് ചെയ്യേണ്ടത് താമരയ്ക്കാണ്, നരേന്ദ്രമോദിക്കാണ്, രാജീവ് ചന്ദ്രശേഖരനാണ്, വി മുരളീധരനാണ്. ഈ വികസന കാഴ്ചപ്പാട്, ഈ മുദ്രാവാക്യങ്ങൾ എത്രത്തോളം താഴെത്തട്ടിലുള്ള സാധാരണക്കാരും ദുർബലരുമായ ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയും? അവിടെ മതമുണ്ട്, ജാതിയുണ്ട്, സമുദായമുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. വികസനത്തിന് മതമില്ല. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് കൊടുത്തിട്ടുണ്ട്. വീട് കിട്ടിയവർക്ക് മതമില്ല. അയോധ്യ, CA അടക്കം നിരവധി വിഷയങ്ങൾ ഇവിടെ ഞാൻ വരാം. കാർഷിക സമ്മാൻ നിധി 3 മാസത്തിലൊരിക്കൽ 2000 രൂപ വെച്ച് കിട്ടുന്നു. 2000 രൂപ വെച്ച് കിട്ടുന്നവരുടെ മതം ആരും തിരക്കി പോയിട്ടില്ല. എല്ലാ മതത്തിലുള്ളവർക്ക് കിട്ടുന്നു. ജൻധൻ അക്കൗണ്ട് എല്ലാ മതത്തിലുള്ളവർക്ക് കിട്ടുന്നു. മുദ്രാ ലോൺ എല്ലാ മതത്തിലുള്ളവർക്ക് കിട്ടും. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണല്ലോ. ഈ ഇന്ത്യൻ പൗരന് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇതൊന്നും കിട്ടിയിട്ടില്ല. അവന് വീട് കിട്ടിയിട്ടില്ല, അവൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ പാചകവാതക സിലിണ്ടർ കിട്ടിയിട്ടില്ല, അവന് ശുദ്ധമായ വെള്ളം അവിടെ ടാപ്പും വെള്ളവും എത്തിച്ച് കിട്ടിയിട്ടില്ല, അവന് ഇന്ത്യയുടെ ബാങ്കുകളിൽ കയറാനുള്ള യോഗ്യത പോലും ഇവിടുത്തെ ദരിദ്ര നാരായണന്മാർക്കില്ലായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് 48 കോടി ദരിദ്ര നാരായണന്മാർക്ക് ബാങ്കിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അധികാരം കിട്ടിയത് നരേന്ദ്രമോദി വന്ന, അതാണ് ഏറ്റവും വലിയ സോഷ്യലിസം, അതാണ് ഏറ്റവും വലിയ വിപ്ലവം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 4 പതിറ്റാണ്ടുകൾ നമ്മുടെ ദരിദ്ര ഇന്ത്യയെ കൈപിടിച്ചുയർത്തുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു മിനിമം ലെവൽ എത്തിക്കുന്നതിലുമായിരുന്നു അന്നത്തെ ഭരണാധികാരി. ആ ഭരണം വിജയിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 25 കോടി ആൾക്കാർ ദരിദ്രരേഖയ്ക്ക് മുകളിലേക്ക് വരാൻ വേണ്ടി ഇത്രയും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നെഹ്റുവിന് ഇത് ചെയ്തുകൂടായിരുന്നോ? ദരിദ്രനാരായണന്മാരെ 25 കോടി വരുന്ന ദരിദ്രരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതാണ് ഞങ്ങളുടെ നേട്ടം. അപ്പോൾ അതുകൊണ്ട് ദരിദ്ര നാരായണന്മാരുൾപ്പെടെയുള്ള ആൾക്കാരെ ക്ഷേമത്തിൻ്റേതായിട്ടുള്ളൊരു പുതിയ മേഖലയിലേക്ക് കൊണ്ടുവരികയും രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കി മാറ്റുകയും ചെയ്ത ഒരു ഭരണമാണിത്. അപ്പോൾ ഈ ഭരണത്തിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഈ ഭരണത്തിനെയാണ് കേരളം ഉൾക്കൊള്ളേണ്ടത്. ഏതൊരു പ്രസക്തിയില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ആഗോള രാഷ്ട്രീയത്തിലോ ഒരു പ്രസക്തിയുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ കൂവാനും കോട്ടുവായിടാനും ബാത്റൂമിൽ പോകാനും അല്ലാതെ വാ തുറക്കുകയോ എണീക്കുകയോ ചെയ്യാത്ത കുറേ MP-മാരെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കേരളത്തിൽ? അവിടെ കിടന്ന് കൂവുക, ഡെസ്കിലടിക്കുക, ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി എന്തിനാ ഈ തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങിൽ നിന്ന് MP-യെ പറഞ്ഞു വിടണം? ഇവിടെ ഇവരുടെ വിഷയം എന്താ? താങ്കൾ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു. CAA, ഹമാസ്. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ എൻ്റെ വിഷയം, എൻ്റെ മോള് ഇപ്പോൾ +1 പഠിക്കുന്നു. അവൾ +2 കഴിഞ്ഞാൽ അവൾ കാനഡയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ അവൾ നാട് വിടണോ, അതോ ഇവിടെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം എൻ്റെ നാട്ടിൽ കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ഒരു അച്ഛനെന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള മാറ്റിവെക്കുക, ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ ഉത്കണ്ഠ അതാണ്. അവൾ പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ജോലി ഇവിടെ കിട്ടും. ഉഗാണ്ടയിൽ കിഴങ്ങ് കൃഷി നടത്താൻ വേണ്ടി ഇവിടെ എംബസി സർട്ടിഫിക്കറ്റുമായിട്ട് പോകുന്ന യുവാക്കളുടെ നാടാ കേരളം. എന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു കേരളം ലോകത്ത് മുഴുവനുണ്ട്, എവിടെ പോയാലും മലയാളിയെ കാണാം. ഇതേപോലെ തന്നെ പറയും. ബംഗാളിലെ മമതാ ബാനർജി കേരളത്തിൽ വന്നാൽ പറയും. പക്ഷെ അവിടെ ഒരു തിരുത്തലുണ്ട്. കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുജറാത്തിലേക്കല്ല, അവർ UK-യിലേക്കും യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഒക്കെയാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് തെറ്റിയതാ. ഗുജറാത്തിൽ 20 ലക്ഷത്തിൽ പരം യുവാക്കളുണ്ട്. അവിടെ യുവാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മലയാളി യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബോംബെയിലുണ്ട്, കർണാടകയിലുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കേരളീയർ കയറിക്കഴിഞ്ഞു, വിദേശത്ത് പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവരെല്ലാം സ്വന്തം അച്ഛനെയും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ നാട്ടിലിട്ടിട്ട് പോയത് സുഖവാസത്തിനാണോ പോയത്? ഇവിടെ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു കൂലി, 10,000 രൂപ കൂലി കിട്ടുന്ന ഒരു ജോലി പോലും കൊടുക്കാൻ ഇവിടുത്തെ UDF-നോ LDF-നോ 70 വർഷമായിട്ട് കഴിയാത്തത് കൊണ്ടല്ലേ ഈ പാവങ്ങൾ നാടുവിട്ടത്. എന്നിട്ട് വന്ന് പറയുക ലോകത്ത് എവിടെ പോയാലും മലയാളികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കേരളത്തിൽ വന്നാലും പറയും കേരളത്തിൽ എവിടെ പോയാലും ബംഗാളികളാണ്. അതുപോലെ തന്നെയാണ് പിണറായി വിജയനും VD സതീശനും പറയുന്നത് ലോകത്ത് എവിടെ പോയാലും മലയാളികളെന്ന്. ഇത് മലയാളികളെ അപമാനിക്കലാണ്. മലയാളികൾക്ക് ലോകത്ത് എവിടെ കിട്ടുന്ന സൗകര്യവും ഈ തിരുവനന്തപുരത്തും ഈ ആറ്റിങ്ങലിലും ഈ കൊല്ലത്തും കോട്ടയത്തും കാസർഗോഡും കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് BJP-യുടെ സ്വപ്നം. രാജീവ് ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ വി മുരളീധരൻ ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്തരം എന്തെങ്കിലും സ്വപ്നങ്ങൾ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ വന്നത് ആര് കൊണ്ടുവന്നതാ?
ശശി തരൂർ കൊണ്ടുവന്നതാ? അതോ അടൂരെന്ന് ജയിച്ചതിന് ശേഷം ഇതുവരെ ആറ്റിങ്ങലിൽ എത്തിയിട്ടില്ലാത്ത അടൂർ പ്രകാശാണോ ആറ്റിങ്ങലിൽ വികസനം കൊണ്ടുവന്നത്? ജയിച്ചതിന് ശേഷം ഇന്നേ വരെ ആറ്റിങ്ങലിലേക്ക് എത്തിയിട്ടില്ലാത്ത. അല്ല, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യൻ. അതെ, ആ തിരക്കൊക്കെ ആയിട്ട് വീട്ടിലിരുന്നാൽ പോരെ? എന്തിനാ ജനങ്ങളുടെ വോട്ട് നോക്കി കൈപ്പത്തിയും കാൽപ്പത്തിയും ഒക്കെ കാണിച്ചിട്ട് ആറ്റിങ്ങൽ കയറാൻ പറ്റിക്കാൻ പോകുന്നതിനാ? ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ? ഇവിടുത്തെ എവരുടെ വിഷയം 14,000 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലസ്തീൻ്റെ വിഷയമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും വിഷയം. അവിടുത്തെ ഹമാസ് തീവ്രവാദികളുടെ മനുഷ്യാവകാശമാണ് ഇവരുടെ വിഷയം. ഇവിടെ 1,600 രൂപ പെൻഷൻ കിട്ടാത്ത അമ്മൂമ്മയുടെ മനുഷ്യാവകാശം കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ വിഷയമല്ല. ജോലി ചെയ്ത നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഇവിടുത്തെ യുവാക്കളുടെ വിഷയം, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിയിട്ട് തെരുവിൽ മുട്ടിലഴയുന്ന പാവപ്പെട്ട കേരളത്തിലെ യുവാക്കളുടെ വിഷയം കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വിഷയമല്ല. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു യുവാവ് വിദ്യാർത്ഥിയെ 3 ദിവസം ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വിഷയമല്ല. അതേസമയത്ത് ഹമാസിൻ്റെ ഒരുത്തന് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് കേരളത്തിലെ വിഷയം. ഇതാണ് കേരളത്തിൻ്റെ അപകടം. തീർന്നില്ല. പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ, അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കരയുന്നത്. പൗരത്വ ഭേദഗതി നിയമം ആർക്കാ? എന്നെ ബാധിക്കുമോ? അങ്ങയെ ബാധിക്കുമോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ബാധിക്കുമോ? ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പൗരനെ ബാധിക്കുമോ? ഇന്ത്യയിലെ 143 കോടി വരുന്ന ജനതയിൽ ഒരാളിനെ പോലും ബാധിക്കാത്ത, ബംഗ്ലാദേശിയെയും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാരെയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വർഗീയ കോമരങ്ങൾ, പിന്തിരിപ്പന്മാർ, രാജ്യദ്രോഹികൾ അത് AKG സെൻറ്ററിൽ ഇന്ദിരാഭവനിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം. നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് വന്ദേ ഭാരത് പിണറായി വിജയൻ കേരളയിൽ കൊണ്ടുവന്നല്ലോ. വി മുരളീധരൻ എന്താ പറഞ്ഞത്? BJP സർക്കാർ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ വരില്ല. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതെന്താ? വികസനം അട്ടിമറിക്കാനാണ് വി മുരളീധരൻ വരുന്നത്. വി മുരളീധരൻ എന്താ പറഞ്ഞു? ഇതിനേക്കാൾ വേഗതയുള്ള ട്രെയിൻ ഞങ്ങളിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നില്ലേ? 20 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന കേരയിൽ 142 കിലോമീറ്റർ വേഗത്തിലോടുന്ന കേരയിലിൻ്റെ സ്ഥാനത്ത് 2 മാസം കൊണ്ട് 142 കിലോമീറ്റർ വേഗത്തിലോടുന്ന 2 ട്രെയിൻ ഇവിടെ കൊണ്ടുവന്നത് വി മുരളീധരനല്ലേ? അല്ല, അത് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ. അല്ലാതാരാ? വി മുരളീധരനെ കേരളത്തിൻ്റെ അംബാസഡറാക്കി വെച്ചിരിക്കുന്ന ആരാ? നരേന്ദ്രമോദിയുടെ കേരളത്തിൻ്റെ ഗ്യാരണ്ടിയാണ് വി മുരളീധരൻ. നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ സകലമാന ജനതയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണ് വി മുരളീധരൻ. 48 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യക്ക് സംഭാവന ചെയ്തപ്പോൾ സ്വാഭാവികമായി 2 കേരളത്തിന് തരണമല്ലോ. എന്ത് സ്വാഭാവികത? ഈ വികസനം എല്ലായിടത്തും എത്തുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് പ്രാദേശിക രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. പക്ഷേ ഈ എത്തുന്ന വികസനത്തിൻ്റെ ഏതൊക്കെ വികസന സാധ്യതകളാണുള്ളത്, ഏതൊക്കെ അവസരങ്ങളാണ് വേണ്ടത് എന്ന് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വ്യക്തിയാണ് വി മുരളീധരൻ. വി മുരളീധരന് മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ഏതെങ്കിലും MP അത് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ പിണറായി വിജയൻ MP-മാരുടെ യോഗം വിളിച്ചിട്ട് ഏതെങ്കിലും വിഷയം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിനെക്കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? ഇല്ല, നേരെ സംസാരിച്ചാൽ അവരൊന്നും കൊടുക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇപ്പോൾ കടമെടുക്കാൻ സമ്മതിച്ചു. കടമെടുക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നത്, കടമെടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടല്ല സമ്മതിച്ചേക്കുന്നത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ വിഷയം ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ. ഇത് ഗതികേടല്ലേ? ഇപ്പം രാഷ്ട്രപതിക്കെതിരെ പോലും കേസ് കൊടുക്കേണ്ട ഗതികേടില്ല കേരളം. രാഷ്ട്രപതിക്കെതിരെ കേസ് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സ് പിണറായി വിജയൻ്റെ മനസ്സായി മാറിയതുകൊണ്ടാണ്. രാഷ്ട്രപതി ഒരു കറുപ്പിയാണ്. രാഷ്ട്രപതി ഒരു ദളിതാണ്. അതൊക്കെ കടുത്ത ആരോപണം. രാഷ്ട്രപതിയുടെ നിറം കറുപ്പാണ്. രാഷ്ട്രപതി ദളിതാണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പിന്നോക്കമായ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആദിവാസി മഹതിയാണ്. അവരെ അധിക്ഷേപിക്കുക, അവരെ സുപ്രീം കോടതിയിൽ കയറ്റുക, ആ സ്ഥാനത്ത് അവരിയ്ക്കുന്നതിനോടുള്ള അസഹിഷ്ണുതയാണ് ഈ മാടമ്പികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രപതിക്കെതിരെ നിയമ നടപടിയുമായി. മനസ്സ് മുഖ്യമന്ത്രിക്ക് എന്നൊക്കെ പറയുമ്പോൾ കടുത്ത ആരോപണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരം അതല്ലേ? ഒരു ദളിത് പോളിറ്റ് ബ്യൂറോയിൽ കയറാൻ 100 വർഷം എടുത്തില്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ കയറ്റിയത്? ഒരു സ്ത്രീയെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാൻ 100 വർഷം എടുത്തില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് വിപ്ലവമുള്ളത്? മനുഷ്യനെ പറ്റിക്കാനുള്ള വിപ്ലവമല്ലാതെ. CPM-ൽ ഏതെങ്കിലും ഒരു ദളിത് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ ആഴ്ച? അല്ലാതെ
CPM-ൽ ഏതെങ്കിലും ഒരു ദളിത്, പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയല്ലാതെ, അതും 5-6 വർഷം മുമ്പ്, വേറെ ഏതെങ്കിലും ഒരു ദളിത് പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ടുണ്ടോ സ്വന്തം ഭാര്യയല്ലാതെ? ഇതെന്തോ പാർട്ടിയാണ്? എന്നിട്ട് വലിയ വിപ്ലവം. ഈ വിപ്ലവത്തിലൊക്കെ ഇതിൽ വിഡ്ഢികളാകാൻ ഇന്ന് ലോകത്ത് കിട്ടുന്ന ആകെ ഉള്ള ആൾക്കാർ കേരളീയരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിത്തം അതേപടി അങ്ങ് വിഴുങ്ങാൻ ഇന്ന് ലോകത്ത് കിട്ടുന്ന ഏക ജനക്കൂട്ടം എന്ന് പറയുന്നത് കേരളീയരാണ്. തിരുവനന്തപുരത്ത് 2 സ്ഥാനാർത്ഥികളിൽ ആർക്കാ വിജയ സാധ്യത കൂടുതൽ? രാജീവ് ചന്ദ്രശേഖരനാണോ വി മുരളീധരനാണോ? രണ്ടുപേരും വിജയിക്കും. കാരണം ഈ തിരുവനന്തപുരം ജില്ല 2019-ൽ BJP-യുടെ താമര ചിഹ്നത്തിൽ 5,60,50,000 വോട്ട് നൽകിയ ജില്ലയാണ്. BJP ദക്ഷിണേന്ത്യയിൽ ഒരു ജില്ലയിൽ നിന്ന് ഇത്രയും വോട്ട് കിട്ടിയ ജില്ലകൾ അപൂർവമാണ്. 5,60,50,000 വോട്ട് താമര ചിഹ്നത്തിൽ തന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ തിരുവനന്തപുരം പാർലമെൻറ്റിലെ മുഴുവൻ സമ്മതിദായകരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനേക്കാൾ ഒരു 2 ലക്ഷം വോട്ട് കൂടി മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കേണ്ടതുള്ളൂ. ഈ 2 ലക്ഷം വോട്ട് കൂടുതൽ നേടിയെടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ ഈ ജില്ലയിലും കേരളത്തിലും നൽകിയിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനും ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേയും എല്ലാ വികസനവും, ഈ കേരളത്തിൽ നടക്കുന്ന സകല വികസനവും, സാധാരണക്കാരൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് മുതൽ സാധാരണക്കാരന് എന്ത് ആവശ്യം, ഒരു സാധാരണ വ്യക്തിയുടെ ആവശ്യം മുതൽ രാജ്യത്തിൻ്റെ ആവശ്യം ഉൾപ്പെടെയുള്ളത് ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ജനം വോട്ട് ചെയ്യും. വ്യക്തിഗത ആനുകൂല്യം കിട്ടിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ആ വ്യക്തിഗത ആനുകൂല്യം കിട്ടിയവർ പറയുന്നു, എനിക്ക് പൈസ കിട്ടിയത് നരേന്ദ്രമോദി എൻ്റെ അക്കൗണ്ടിലേക്കാണ് തരുന്നത്. പിണറായി വിജയൻ കൊടുക്കുന്നത് പോലെ സഹകരണ സംഘത്തിലിട്ട് സഖാവിന് കമ്മീഷനും കൊടുത്ത് അത് കഴിഞ്ഞ് സഖാവ് കൊണ്ട് അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മൂമ്മ ഇത് പിണറായി വിജയൻ തന്നതാണ്, ഈ പൈസ വച്ചോളൂ ഇത്, എന്നിട്ട് അതിൽ നിന്ന് 500 രൂപ കിമ്പളവും വാങ്ങി പോകുന്ന നാണം കെട്ട പണിയല്ലല്ലോ നരേന്ദ്രമോദി ചെയ്യുന്നത്. ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരെയല്ലേ. ആ അക്കൗണ്ടിലേക്ക് പൈസ വന്ന് അങ്ങനെയൊക്കെ കിട്ടുന്ന ആൾക്കാർ, ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു, അരിവാള് കയ്യിൽ പിടിക്കുന്നവൻ്റെ മനസ്സിൽ താമരയാണ്, കൈപ്പത്തി ഉയർത്തി കാണിക്കുന്നവൻ്റെ മനസ്സിൽ താമരയാണ്. തിരിച്ചും പറയാറുണ്ട്, ഒരിടത്തും പറയില്ല. ഇനി അങ്ങനെ ഒരു തിരിച്ചു പറച്ചിലില്ല. കൈപ്പത്തി ഉയർത്തിപ്പിടിക്കുന്നവൻ്റെ മനസ്സിൽ താമരയാണ്. കാരണം അവൻ്റെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവനാണ്. അരിവാൾ ഉയർത്തിപ്പിടിക്കുന്നവൻ്റെ മനസ്സിലും താമരയാണ്. കാരണം അവനും അവൻ്റെ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠയാണ്. പിണറായി വിജയൻ അവൻ്റെ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നും, ലോകം മുഴുവൻ നശിച്ച കമ്മ്യൂണിസത്തിന് അവൻ്റെ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നും നേരറിവും തിരിച്ചറിവുള്ളവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്ത്യ മുഴുവൻ തകർന്ന് തരിപ്പണമായ കോൺഗ്രസ്സിന് ഇനി ഈ കോൺഗ്രസ്സുകാരൻ്റെ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ്സുകാരനും അറിയാം. ഈ രാജ്യത്ത് BJP 10 വർഷം ഭരിച്ചിട്ടേ ഉള്ളൂ. ഇനിയും എത്രയോ 10 വർഷങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് BJP-യാണ്. ശശി തരൂരിൻ്റെ പ്രസംഗ വൈഭവം, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം, അദ്ദേഹത്തിൻ്റെ തലയെടുപ്പ്, വിശ്വപൗരൻ, യുവാക്കളുടെ ഒരു ഹരവണ ചിരിയൊന്ന് കണ്ടാൽ മതി. അത്ര പെട്ടെന്ന് തിരുവനന്തപുരംകാരെ കൈ ഒഴിയുമോ? 15 വർഷം വിശ്വപൗരനെ ചുമന്നതിൻ്റെ പരിദേവനങ്ങളാണ് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അല്ല, ചിരി. വിശ്വപൗരൻ ഈ കുറച്ച് സമയം വിശ്രമിക്കട്ടെ, പുസ്തകങ്ങൾ എഴുതട്ടെ. വിശ്വപൗരന് വിശ്രമിക്കാൻ സമയമായി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇനി ഇംഗ്ലീഷ്, അത് അമേരിക്കയിൽ കപ്പലണ്ടി വിൽക്കുന്നവനും നല്ല ഇംഗ്ലീഷ് പറയാൻ പറ്റും. പറ്റില്ലേ? അല്ല, അമേരിക്കക്കാരെ മാത്രമല്ല, യൂറോപ്പിലെ മൊത്തം, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കപ്പലണ്ടി കച്ചവടം നടത്തുന്നവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അവിടെ ജീവിച്ച് വളർന്നത് കൊണ്ടാണ് ശശി തരൂർ ഇംഗ്ലീഷ് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതൊന്നും അല്ലല്ലോ ഇവിടെ ആവശ്യം. ഇവിടെ പോയി, എവിടെ പോയി? ഇരട്ട നഗരം, ബാസിലോണിയൻ ഇരട്ട നഗരം എവിടെ പോയി? ഭരിക്കുന്ന ഇടതുപക്ഷം അവിടെ മോദി ഭരിച്ചത് ശശി തരൂരല്ലേ? അല്ല, അത് ഞങ്ങൾ ഭരിച്ചു തുടങ്ങിയിട്ട് 10 വർഷമല്ലേ ആയുള്ളൂ. 5 വർഷം ഈ നാട് ഭരിച്ച ശശി തരൂർ മന്ത്രിയായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ അല്ലല്ലോ. അതെ അതെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് 7 വർഷമല്ലേ ആയുള്ളൂ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹം അങ്ങ് അമേരിക്കയിൽ നിന്ന് നൂലിൽ കെട്ടി തൂങ്ങി ഇവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? 15 വർഷം മുമ്പ് ഞാനിതിന് ബാസിലോണിയ ഇരട്ട നഗരമാക്കുമെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ നദീ ശുചീകരണമൊക്കെ ട്രോളുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞ്. എന്നിട്ട് അങ്ങേരിവിടെ ഉണ്ട്. കോവിഡ് വന്ന് ഈ തിരുവനന്തപുരത്ത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചപ്പോൾ ഇവിടുത്തെ ശശി തരൂരിനെയോ അവിടുത്തെ അടൂർ പ്രകാശിനെയോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ല, ശശി തരൂരിന് ചില ആരോഗ്യ പ്രശ്നം ഇന്ത്യയിൽ ലോകത്തുള്ള ഒറ്റ വ്യക്തി ശശി തരൂരാണോ? അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം എയർ പ്യൂരിഫയർ ഇങ്ങനെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് നടക്കുന്നത്.
ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തമാശകളായിട്ട് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ തിരുവനന്തപുരത്ത് ദുരന്തങ്ങളുണ്ടായ സമയത്ത് ശശി തരൂരിനെ ആരും കണ്ടില്ല. ഈ തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ഇന്ന് വരെ ഒരു ഇടപെടലുണ്ടായിട്ടില്ല. ഈ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം പോലും ശശി തരൂരിനില്ല. ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന 5 കോടി രൂപയുടെ ലൈറ്റ്, 5 ഹൈമാസ് ലൈറ്റ് അവിടെയും ഇവിടെയും വച്ചിട്ട് ഇതാണൊരു MP-യുടെ വികസനമെന്നൊക്കെ പറഞ്ഞ് ഒരു നാടിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ തരൂരും അടൂർ പ്രകാശും. ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്? നമുക്ക് രക്ഷപ്പെടട്ടെ. ഈ കേരളം മാത്രം ഇങ്ങനെ തകർന്നടിഞ്ഞ് നശിച്ചു പോയാൽ മതിയോ? ഈ കേരളത്തിന് രക്ഷപ്പെടണ്ടേ? ഈ 2 മണ്ഡലങ്ങളിലും മത്സരം NDAയും UDFും തമ്മിലാണോ? ഇവിടെ മത്സരം NDAയും UDFും തമ്മിലാണ്. തിരുവനന്തപുരത്ത്. ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. അവിടെ അടൂർ പ്രകാശ് 5 വർഷമായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് അടൂർ പ്രകാശിന് മുമ്പ് കിട്ടിയതിൻ്റെ 10-1 പോലും ജനസമിതി ഇന്ന് നിലവിലില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് അടൂർ പ്രകാശാണ് നന്നായിട്ട് മനസ്സിലാക്കുന്നതെന്നാണ് കോൺഗ്രസ്സുകാർ ഞങ്ങളോട് പറയുന്നത്. പിന്നെ മറ്റൊന്ന് CPM-ൻ്റെ ഒരു ലോക്കൽ നേതാവാണ് അദ്ദേഹത്തിന് മറ്റേ വെള്ളിമൂങ്ങ പോലെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പാർട്ടിയുടെ കോടികളുടെ ആസ്തിയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ അതിൻ്റെ ഒരു MLA ആണ്. ശിവൻകുട്ടി തൊട്ടടുത്ത ദിവസങ്ങളിൽ അസംബ്ലിയിലെ കൂത്തരങ്ങും അതുമൊക്കെ കാരണം ചിലപ്പോൾ ഏതെങ്കിലും കോടതിയുടെ ഒരു തട്ട് കിട്ടിയാൽ അടുത്ത് മന്ത്രിയാകേണ്ട ആളാണ് ജോയി. കാരണം ഇവിടുത്തെ അടുത്ത പ്രബല നേതാവാണ് MLA. കടകംപള്ളി നിൽക്കുന്നു, അത് ഒരിക്കലായതല്ലേ. ഇനി അടുത്താകാനുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ MLA എന്ന നിലയിൽ അടുത്ത് മന്ത്രിയാകാൻ ശിവൻകുട്ടിയുടെ മന്ത്രിസ്ഥാനത്തുനിന്ന് ശിവൻകുട്ടി ഇറങ്ങാൻ സമയമായിരിക്കുന്നു. അടുത്ത് മന്ത്രിയാകാൻ വേണ്ടി തയ്യാറായിട്ട് നിന്ന ജോയിയെ ആൻഡമാനിലേക്ക് നാട് കടത്താൻ വേണ്ടിയുള്ള CPM-ലെ ഒരു വിഭാഗത്തിൻ്റെ പണിയാണ് ഇവിടെ MP സ്ഥാനത്തേക്ക് കൊണ്ട് നിർത്തിയത് എന്നും അതിന് നേതൃത്വം കൊടുത്തിയ ആൾ തന്നെയാണ് ഇലക്ഷൻ ചുമതലയുടെ നേതൃത്വമായിട്ട് അവിടെ വന്നിരിക്കുന്നതെന്നും CPM-നകത്ത് തന്നെ ചർച്ചയുണ്ട്. അതുകൊണ്ട് ജോയി ചെന്ന് ദൈവങ്ങളെ തൊഴുന്നത്, ദൈവമേ എന്നെ ഇവിടുന്ന് ഏതൊരു കാരണവശാലും ജയിപ്പിക്കരുതേ എന്നാണ് തൊഴുന്നതെന്നാണ് CPM-കാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് രസകരമായൊരു വസ്തുതയാണ്. ഒന്ന്, ജോയിക്ക് അവിടുന്ന് ജയിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമില്ല. അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിപ്പിച്ചു വിട്ട ആറ്റിങ്ങലിനെ ശപിച്ചിട്ടാണ് ആറ്റിങ്ങലിലേക്ക് വരാതെ അടൂർ തന്നെ ഇരുന്നത്. ഇക്കുറി തോറ്റാലും കുഴപ്പമില്ല, അടുത്താണ് മന്ത്രിയാവാൻ. ഇനി പറയാം. ഇനി അടൂർ പ്രകാശ് ഇത് ജയിച്ചാൽ തന്നെ 2 വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ശമ്പളം കിട്ടാനുള്ള ഒരു വേദിയാണ് ആറ്റിങ്ങൽ മണ്ഡലം. അദ്ദേഹം കോന്നിയിൽ ചെന്ന് അടുത്ത പ്രാവശ്യം അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആത്മാർത്ഥമായി ജയിക്കണമെന്ന ആഗ്രഹമുള്ള ആറ്റിങ്ങലിൽ ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ, അത് V. മുരളീധരനാണ്. ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ഒറ്റ ശബ്ദത്തിൽ ജനങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ, അതും V. മുരളീധരനാണ്. ഇതാണ് ആറ്റിങ്ങൽ ഞങ്ങൾക്കുള്ള ഗുണം. തിരുവനന്തപുരത്താണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ആഗോള വിശ്വപൗരന് വിശ്രമിക്കാൻ സമയമായി. 15 വർഷമായിട്ട് MP ആയിട്ട് അദ്ദേഹം ലോകം മുഴുവൻ കറങ്ങി നടന്നു. ഇനി അദ്ദേഹം വിശ്രമിക്കണം. BJPയുടെ ഒരു ക്യാപ്ഷൻ കണ്ടു, വിശ്വപൗരനല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് ആവശ്യം എന്ന്. കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമാണ് ഇവിടെ നിന്ന് ജയിക്കേണ്ടത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇദ്ദേഹം പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ശശി-തരൂരിൻ്റെക്കാൾ എത്രയോ വലിപ്പമുള്ള രാഷ്ട്രീയക്കാരനും ഇതാകാര്യത്തിലോ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരനും ടെക്നോളജിസ്റ്റും അതോടൊപ്പം തന്നെ എൻ്റർപ്രണറും എല്ലാ അർത്ഥത്തിലും ഭരണ മികവ് പ്രകടിപ്പിച്ച മനുഷ്യനും എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനേക്കാൾ വളരെ വലിയ ഒരു സ്റ്റാച്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശശി തരൂർ അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കേരളത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയ വികസനങ്ങൾ, അതിൽ അവസാനത്തെ 5 വർഷം കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ എല്ലാ വികസനത്തിനും നേതൃത്വം വഹിച്ച വ്യക്തി എന്ന നിലയിൽ V. മുരളീധരനെ വീണ്ടും ഇവിടെ നിന്ന് ജയിപ്പിച്ച് ആറ്റിങ്ങലിൽ ഇതുവരെ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങലിൽ നിന്ന് ആദ്യമായൊരു കേന്ദ്രമന്ത്രി, അതാണ് V. മുരളീധരനെ ജയിപ്പിക്കുന്നതിലൂടെ ആറ്റിങ്ങലുകാരുടെ സ്വപ്നം. അത് യാഥാർത്ഥ്യമാകും ഒരു വശത്ത്. രണ്ടാമത്, ഇപ്പുറത്ത് 15 വർഷമായിട്ട് വിശ്വപൗരനായിരുന്ന്
ഈ നാട്ടിൽ യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും നടത്താതെ ഇരുന്ന നമ്മുടെ ശശി തരൂരിന് വിശ്രമ ജീവിതം കൊടുക്കാൻ ഈ തിരുവനന്തപുരം തയ്യാറാകുന്നു. ഏറ്റവും വലിയ ടെക്നോക്രാറ്റും അതോടൊപ്പം തന്നെ പ്രൊഫഷണലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയും ഒക്കെയായ ഒരു വലിയ വ്യക്തിത്വമായിട്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തെയും ജയിപ്പിച്ചാൽ, ഇവർ രണ്ടുപേരും തലസ്ഥാനത്ത് നിന്ന് ജയിപ്പിച്ചാൽ, ഈ കേരളത്തിലെ 3.25 കോടി ജനതയുടെ സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ഇവർ രണ്ടുപേരും മാറുമെന്ന് തലസ്ഥാന ജില്ല പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ വ്യക്തമാണ്. പ്രവചനാതീത മത്സരം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പ്രകടമായി കാണുന്നത്. ഈ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ചില അത്ഭുതങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. ആ കരുത്ത് അങ്ങയുടെ വാക്കുകളിലുണ്ട്, BJPയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. എല്ലാ വിജയാശംസകളും. നന്ദി.